IFFK സ്ക്രീനിങ്ങിനിടെ ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ കുഞ്ഞുമുഹമ്മദിനെ പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. കേസിൽ നേരത്തെ സെഷൻസ് കോടതിയിൽ നിന്നും കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ് സംവിധായകനാണ്, ഇടത് സഹയാത്രികനാണ്, മുൻ MLA ആണ്, അങ്ങനെ ഉള്ളൊരു വ്യക്തിത്വമാണ് ഈ രീതിയിൽ ഒരു ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറുന്നത്. ഇപ്പോൾ സ്റ്റേഷനിൽ ഹാജരായ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. എന്ത് നടപടിയായിരിക്കും ഇനി ഉണ്ടാവുക? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ടോം, ഈ ഒരു IFFKയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു മലയാളം സിനിമകളുടെ തിരഞ്ഞെടുപ്പ്, അതായത് സ്ക്രീനിങ് കമ്മിറ്റിയിൽ കൃത്യമായി ഈ ഒരു പ്രതിയും ഒപ്പം തന്നെ ഈ യുവതിയും അംഗങ്ങളായിരുന്നു. അത്തരത്തിലൊരു സമയത്ത്, അതായത് സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ തങ്ങിക്കൊണ്ടായിരുന്നു ഈ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള അത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടിരുന്നത്. അതിനുശേഷം, അതായത് ഒരു ദിവസം സ്ക്രീനിങ് നടപടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹോട്ടൽ മുറിയിലെത്തിയ ഈ യുവതിയോട് കുഞ്ഞാമത് ഇത്തരത്തിൽ മോശമായി പെരുമാറുകയായിരുന്നു. അതായത് കടന്നു പിടിക്കാൻ ശ്രമിച്ചു നടക്കമാണ് പരാതിയിൽ പറയുന്നത്. അത് പിന്നീട് കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി പിന്നീട് പോലീസിന് കൈമാറുകയും തുടർന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം, അതായത് ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ വിവരങ്ങൾ തന്നെയാണ് പോലീസിന് മുൻപാകെയും ഈ യുവതി നൽകിയത്. അതിനുശേഷമാണ് ഈ ഒരു CCTV അടക്കം പരിശോധിച്ചു. ഈ പരാതിയിൽ പറയുന്ന ദിവസം ഈ രണ്ടുപേരും ഇതേ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ സമയത്താണ് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇദ്ദേഹം കോടതിയിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ നിലവിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. തുടർ നടപടികൾ എന്ന് പറയുമ്പോൾ ഇത് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യാനടക്കം സാധ്യതയുണ്ട്. മാത്രമല്ല തെളിവുകൾ, അതായത് ഈ ഒരു ഹോട്ടലിൽ താമസിച്ചടക്കമുള്ള തെളിവുകളും കൂടുതൽ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കാനും ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പരാമർശവും പുറത്തു വന്നിരുന്നു. അതായത് താൻ അപമര്യാദയായി പെരുമാറിയതല്ല, തെറ്റിദ്ധരിച്ചതാകാം, മാപ്പ് പറയാൻ തയ്യാറായിരുന്നു എന്നാണ് തുടക്കം മുതൽ തന്നെ. അതായത് ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് അദ്ദേഹം തുടരുന്നത്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് കൂടുതൽ, അതായത് തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു യുവ സംവിധായക ഈ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക്, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കൂടുതൽ ദൃക്സാക്ഷികളുണ്ടോ, മാത്രമല്ല മറ്റ് ഡിജിറ്റൽ തെളിവുകളുണ്ടോ, അത്തരം വിവരശേഖരണത്തിലായിരിക്കും ഇനി പോലീസ് കടക്കുക. മാത്രമല്ല ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുമുഹമ്മദിൻ്റെ മൊഴി അടക്കം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ, അതായത് ഈ ഒരു യുവതിയുടെ മൊഴിയുമായി ചേർത്ത് വായിച്ച ശേഷമായിരിക്കും കൂടുതൽ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. മാത്രമല്ല ഇതൊരു IFFKയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നതിലുപരി രാഷ്ട്രീയ രംഗത്തടക്കം വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. IFFK സ്ക്രീനിങ്ങിനിടെയാണ് ചലച്ചിത്ര പ്രവർത്തകയോട് മുൻ MLAയും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദ് മോശമായി പെരുമാറിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനെ തുടർന്നാണ് PT കുഞ്ഞുമുഹമ്മദ് പോലീസിന് മുൻപാകെ ഹാജരായത്.